അടുത്ത സെക്ഷനിൽ നമ്മൾ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോസും പോൾസും തമ്മിലുള്ള റിലേഷൻ കാണാൻ പോവാണ്. സോ വി വിൽ ഇൻ ദ നെക്സ്റ്റ് തിയറം സീ ദാറ്റ് ഹൗ ദ സീറോസ് ഓഫ് ഓർഡർ എം ക്രിയേറ്റ് poles of order m. So the first theorem is, suppose that two functions p and q are analytic at a point z0, p of z0 not equal to 0 and q has a zero of order m at z0. Then the quotient function p of z by q of z has a pole of order m at z0. ഇത് രണ്ട് അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ക്വോഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് z0-ൽ ന്യൂമറേറ്റർ നോൺ സീറോ ആണ്. z0 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൻ്റെ സീറോ ഓഫ് ഓർഡർ എം ആണെങ്കിൽ ആ ക്വോഷ്യൻറ്റിൻ്റെ പോൾ ഓഫ് ഓർഡർ എം ആയിരിക്കും. അപ്പോൾ പല പ്രോബ്ലംസിലും നമുക്ക് ഈ തരത്തിൽ എഴുതി കഴിയുമ്പം പോളിൻ്റെ ഓർഡറൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദ പ്രൂഫ് സിമ്പിൾ പ്രൂഫാണ് ക്യൂ ഹാസ് എ സീറോ ഓഫ് ഓർഡർ എം എന്ന് പറഞ്ഞാൽ ക്യൂ ഓ സെഡിനെ നമുക്ക് സെഡ് മൈനസ് സെഡ് നോട്ട് ദ ഹോൾ റൈസ് ടു എം ഇൻറ്റു ജി ഓ സെഡ് എന്ന് എഴുതാം. അപ്പോൾ ജി അനാലിറ്റിക് ആണ്, നോൺ സീറോ അറ്റ് സെഡ് നോട്ടുമാണ്. അപ്പോൾ പി ഒ സെഡ് ബൈ ക്യൂ ഒ സെഡിനെ ഈ ക്യൂ ഒ സെഡിൻ്റെ ഈ ഫോമിൽ എഴുതി കഴിയുമ്പോൾ പി ഒ സെഡ് ബൈ ജി ഒ സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ദ ഹോൾ പവർ എം എന്ന് എഴുതാം. അപ്പോൾ അത് ഫൈ ഒ സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റൈസ് ടു എം ആണ്. വേർ ഫൈ ഒ സെഡ് ഈസ് പി ഒ സെഡ് ബൈ ജി ഒ സെഡ്. ഈ പി അനാലിറ്റിക് ആണ്, ജി അനാലിറ്റിക് ആണ്, ആൻഡ് ജി ഈസ് നോൺ സീറോ അറ്റ് സെഡ് നോട്ടാണ്. അതുകൊണ്ട് തന്നെ ഫൈ അനാലിറ്റിക് ആണ്, നോൺ സീറോ അറ്റ് സെഡ് നോട്ടാണ്. കാരണം സീറോ ആകണമെങ്കിൽ പി ഒ സെഡ് നോട്ട് സീറോ ആകണം. ഓൾസോ വി നോ ദാറ്റ് ഓൾ ദ സീറോസ് ഓഫ് അപ്പം നമ്മൾ പി ഒ സെഡ് ബൈ ക്യൂ ഒ സെഡിനെ ഫൈ ഒ സെഡ് ബൈ സെഡ് മൈനസ് സെഡ് ഹോൾ റൈസ് ടു എം എഴുതി. അതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി സെഡ് നോട്ട് ഈസ് എ പോൾ ഓഫ് ഓർഡർ എം എന്ന് പറയാൻ പറ്റില്ല. എന്നും കൂടെ പറയണം, സെഡ് നോട്ടിൽ ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻ്റ് എന്നും കൂടെ പറയണം. അപ്പം സീറോസ് ഓഫ് ഫങ്ഷൻസ്, അനാലിറ്റിക് ഫങ്ഷൻസ് ആർ ഐസൊലേറ്റഡ് അൺലെസ് ദേ ആർ ഐഡൻറ്റിക്കലി ഈക്വൽ ടു സീറോ ഇൻ സം ഡിലേറ്റഡ് നെയ്ബർഹുഡ്. കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പം ഇവിടെ സെഡ് നോട്ട് ക്യൂ ഓഫ് സെഡിൻ്റെ ഒരു സീറോ ആയതുകൊണ്ട് അത് ഒരു ഐസൊലേറ്റഡ് സീറോ ആണ്. അതുകൊണ്ട് തന്നെ ദർ എക്സിസ്റ്റ് എ ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓഫ് സെഡ് നോട്ട് വേർ ക്യൂ ഓഫ് സെഡ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡിൻ്റെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻ്റായി മാറും സെഡ് നോട്ട്. So Z naught is an isolated singular point of P of Z by Q of Z, and Q of Z is phi of Z by Z minus Z naught the whole raised to m, where phi is analytic and phi of Z naught not equal to 0. Therefore, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച തിയറം അനുസരിച്ച് Z naught is a pole of order m of the function P of Z by Q of Z. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എഫ് ഓ സെഡ് 1 ബൈ സെഡ് ഇൻറ്റു ഇ റേസ് ടു സെഡ് മൈനസ് 1 എടുക്കുക. അപ്പോൾ സെഡ് ഇൻറ്റു ഇ റേസ് ടു സെഡ് മൈനസ് 1ൻ്റെ സെക്കൻഡ് ഓർഡർ പോളാണ് ആര്, സെഡ് ഈക്വൽ ടു സീറോ എന്ന് നമുക്കറിയാം. സെക്കൻഡ് ഓർഡർ സീറോ ആണ്, സീറോ ഓഫ് ഓർഡർ 2 ആണ് സെഡ് ഈക്വൽ ടു സീറോ. പി ഓഫ് സെഡ് എന്ന് പറയുന്നത് 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് സീറോ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. സോ വി വിൽ ഗെറ്റ് സെഡ് ഈക്വൽ ടു സീറോ ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ഓർഡർ 2 ആണ് കിട്ടി. അടുത്ത തിയറം ഇങ്ങനെയൊക്കെ ചില പർട്ടിക്കുലർ കേസിൽ നമുക്ക് എങ്ങനെ സിമ്പിൾ പോളാണെങ്കിൽ, അതായത് സെഡ് നോട്ട് ഒരു സിമ്പിൾ പോളാണെങ്കിൽ ഈ പി ഒ സെഡ് ബൈ ക്യൂ ഒ സെഡ് എന്നുള്ള ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ റെസിഡ്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ടു ഫങ്ഷൻസ് പി ആൻഡ് ക്യൂ ആർ അനാലിറ്റിക് അറ്റ് സെഡ് നോട്ട്, പി ഒ സെഡ് നോട്ട് നോട്ട് ഈക്വൽ ടു സീറോ, ക്യൂ സെഡ് നോട്ട് ഈസ് എ സിമ്പിൾ പോൾ ഓഫ് ക്യൂ ഓഫ് പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ്. അതായത് ക്യൂ ഓഫ് സെഡ് നോട്ട് സീറോ ആയിരിക്കണം, ക്യൂ ഡാഷ് ഓഫ് സെഡ് നോട്ട് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെഡ് നോട്ട് ഈസ് എ സിമ്പിൾ പോൾ ഓഫ് ദ ക്വോഷ്യൻറ്റ് ആൻഡ് റെസിഡ്യൂ ഓഫ് പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് ഈസ് ഈക്വൽ ടു പി ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ക്യൂ ഡാഷ് ഓഫ് സെഡ് നോട്ട്. ഓക്കെ, അപ്പം ഇത് പറയുന്നത് സിമ്പിൾ പോൾ ആണെങ്കിൽ പി ഒ സെഡ് ബൈ ക്യൂ ഓഫ് സെഡിൻ്റെ റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? പി ഒ സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ക്യൂ ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പം ക്യൂ ഓഫ് സെഡ് നോട്ട് സീറോ എന്ന് തന്നിട്ടുണ്ട്,
ക്യൂ ഡാഷ് ഓഫ് സെറ്റ് നോട്ട് 0 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇമ്മീഡിയറ്റ്ലി പറയാം സെറ്റ് നോട്ട് ഈസ് എ 0 ഓഫ് ഓർഡർ 1. ഓക്കെ, ഫോർ ക്യൂ. അങ്ങനെയാണെങ്കിൽ ക്യൂ ഓഫ് സെഡിനെ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇൻറ്റു ജി ഓഫ് സെഡ് എന്ന് എഴുതാം, വേർ ജി ഈസ് അനാലിറ്റിക് ആൻഡ് ജി ഓഫ് സെറ്റ് നോട്ട് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, മോർ ഓവർ ദ 0 ഈസ് ഐസൊലേറ്റഡ്. അപ്പോൾ പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡിനെ സം ഫൈ ഓഫ് സെഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്ന് എഴുതാം. അപ്പോൾ സെറ്റ് നോട്ട് ഈസ് എ പോൾ ഓഫ് ഓർഡർ 1. ഓൾസോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് നമ്മൾ നേരത്തെ അത് സെഡ് ഈക്വൽ ടു സെറ്റ് നോട്ട് ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഫൈ എം മൈനസ് 1 സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ എം മൈനസ് 1 ഫാക്ടോറിയൽ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ പോൾ ഓഫ് ഓർഡർ 1 ആണ്. സോ ഫൈ ഓഫ് സെറ്റ് നോട്ട് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ ക്യൂ ഡാഷ് ഓഫ് സെറ്റ് നോട്ട്. കാരണം ഓൾറെഡി ജി ഓഫ് സെഡിൻ്റെ ടേമിൽ നമ്മൾ ക്യൂ ഓഫ് സെഡിന് എഴുതിയിട്ടുണ്ട്. ക്യൂ ഓഫ് സെഡ് ഈ സെറ്റ് മൈനസ് സെറ്റ് നോട്ടിൻ്റെ ജി ഓഫ് സെഡിന് എഴുതിയിട്ടുണ്ട്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പം അപ്പോൾ ഇവിടെ സെറ്റ് നോട്ട് ഇട്ട് കൊടുത്താൽ ക്യൂ ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് തന്നെ നമുക്ക് വീണ്ടും കിട്ടുക. സോറി, ക്യൂ ഓഫ് സെറ്റ് നോട്ട് 0 ആണ്, ഓൾറെഡി നമുക്കറിയാം. അപ്പം ജി ഓഫ് സെറ്റ് നോട്ട് കിട്ടണമെങ്കിൽ ക്യൂ ഓഫ് സെഡിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പ്രോഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് സെഡ് ഈക്വൽ ടു സെറ്റ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ക്യൂ ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈസ് ജി ഓഫ് സെറ്റ് നോട്ട്. അതിൽ 2-3 എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് സിമ്പിൾ പോളാന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ളതാണ്. സോ ഒരു എക്സാമ്പിൾ കോട്ട് സെഡ് എടുക്കുക, എഫ് ഓഫ് സെഡ്. അപ്പോൾ അതിന് കോസ് സെഡ് ബൈ സൈന് സെഡ് ആണ്. സോ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സിംഗുലർ പോയിൻറ്റ് സെഡ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് പൈ പ്ലസ് ഓർ മൈനസ് 2π എറ്റ്സെട്ര. ഓൾ ആർ ഐസൊലേറ്റഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ റെസിഡ്യൂ അറ്റ് സെഡ് ഈക്വൽ ടു n π ഏത് പോയിന്റിലും ഒരേ റെസിഡ്യൂ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പി ഓഫ് എൻ പി, അപ്പോൾ ദിസ് ഈസ് റിട്ടൺ ആസ് പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ് വെർ പി ഈസ് കോസ് ആൻഡ് ക്യൂ ഈസ് സൈൻ. അപ്പോൾ പി ഓഫ് n π കോസ് n π ആണ്, നോട്ട് ഈക്വൽ ടു 0. ക്യൂ ഓഫ് n π എന്ന് പറയുന്നത് സൈൻ n π ആണ്, 0 ആണ്. പക്ഷേ ക്യൂ ഡാഷ് ഓഫ് n π എന്ന് പറയുന്നത് കോസ് n π അഗെയിൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പം സെഡ് ഈക്വൽ ടു n π ഫോർ എനി n ഈസ് എ സിമ്പിൾ പോൾ ഓഫ് എഫ് ഓഫ് സെഡ്. അങ്ങനെയാണെങ്കിൽ ആ തിയറം അനുസരിച്ച് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു n π ഈസ് പി ഓഫ് n π ക്യൂ ഡാഷ് ഓഫ് n π. അത് നമുക്ക് 1 കിട്ടും. ഇനി ഇതല്ല, നമുക്ക് വേണമെങ്കിൽ കോട്ട് സെഡിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷനൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻ്റ് നോക്കിയാൽ മതി, B1 കണ്ടുപിടിച്ചാൽ മതി. രണ്ടാമത്തെ എക്സാമ്പിൾ ടാൻ എച്ച് സെഡ് ബൈ സെഡ് സ്ക്വയർ അറ്റ് π/2i ആണ്. അപ്പോൾ നമുക്കറിയാം π/2i എന്ന് പറയുന്നത് കോസ് എച്ച് സെഡിൻ്റെ സീറോകളാണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡിനെ സൈൻ എച്ച് സെഡ് ബൈ സെഡ് സ്ക്വയർ കോസ് എച്ച് സെഡ് എന്ന് എഴുതുക. പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ് എന്നുള്ള ഫോമിലാണ്. അപ്പം പി ഓഫ് π/2i 0 ആണ്, ക്യൂ ഓഫ് π/2i 0 ആയി. ഐ മീൻ പി ഓഫ് π/2i നോൺ 0 ആണ്, ക്യൂ ഓഫ് π/2i 0 ആയി, ക്യൂ ഡാഷ് ഓഫ് π/2i നോൺ 0 ആയി. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് റൂളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്യൂ ഡാഷ് ഓഫ് സെഡ് കണ്ടുപിടിക്കുക. അപ്പം സിമ്പിൾ പോളാന്ന് കിട്ടി. സോ ബൈ ഡെഫിനിഷൻ റെസിഡ്യൂ ബൈ ദ തിയറം റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു π/2i ഇസ് ഈക്വൽ ടു പി ഓഫ് π/2i ഡിവൈഡ് ബൈ ക്യൂ ഡാഷ് ഓഫ് π/2i. അപ്പോൾ നമ്മളിവിടെ സെഡ് ഈക്വൽ ടു π/2i മാത്രമേ കാണുന്നുള്ളൂ. നോക്കിയാൽ സെഡ് ഈക്വൽ ടു 0 വീണ്ടും ഒരു പോളാണ്, പക്ഷേ പോൾ ഓഫ് ഓർഡർ 1 അല്ല, സിമ്പിൾ പോൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. അടുത്ത ഒരു എക്സാമ്പിളും കൂടെ, എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ബൈ സെഡ് റേസ് ടു 4+4. അപ്പം ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇതിന് പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ് എന്ന് എഴുതാം, വേർ പി ഈ സെഡ് ആൻഡ് ക്യൂ ഈ സെഡ് റേസ് ടു 4+4. 2 പോളിനോമിയൽസ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ക്യൂ ഓഫ് സെഡ് 0 ആകുന്നത് സെഡ് റേസ് ടു 4+4 ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. എന്ന് വെച്ചാൽ 4th റൂട്ട്സ് ഓഫ് -4 കണ്ടുപിടിക്കാം. അപ്പോൾ അതിലൊരെണ്ണമാണ് സെഡ് ഈക്വൽ ടു 1+i. അപ്പോൾ നമുക്ക് ഇതിന് പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ് എന്ന് എഴുതാം, വേർ പി ഓഫ് 1+i ഈസ് ഡിഫറെൻറ്റ് ഫ്രം 0 ആൻഡ് ക്യൂ ഓഫ് 1+i ഈക്വൽ ടു 0. ക്യൂ ഡാഷ് ഓഫ് 1+i കണ്ടുപിടിച്ചാൽ നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ സെഡ് ഈക്വൽ ടു 1+i ഈസ് എ സിമ്പിൾ പോൾ ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് കിട്ടും. അപ്പോൾ റെസിഡ്യൂ ബൈ ഡെഫിനിഷൻ കണ്ടുപിടിക്കാം ആസ് പി ഓഫ് 1+i ഡിവൈഡഡ് ബൈ ക്യൂ ഡാഷ് ഓഫ് 1+i. ഇത്രയും നോട്ട്സ് എഴുതുക, എന്നിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക.